ചില മണ്ഡലങ്ങൾ വോട്ടെണ്ണൽ തുടങ്ങും മുൻപേ ജയിക്കുന്നവയാണെന്നാണ് വിശേഷിക്കപ്പെടാറുള്ളത്. പയ്യന്നൂർ അത്തരമൊരു ഇടത് കോട്ടയാണ്. എത്ര കുലുക്കിയാലും നെഞ്ചുറപ്പോടെ ഉയർന്നു നിൽക്കുന്ന ചെങ്കോട്ട. കോൺഗ്രസ് പലതവണ ശ്രമിച്ചിട്ടും ചെറിയൊരു വിള്ളല് പോലും അവിടെ ഉണ്ടാക്കാൻ ഇതുവരെ കഴിഞ്ഞിരുന്നില്ല. ഓരോ തവണയും ഭൂരിപക്ഷം ഉയരുക എന്നതല്ലാതെ CPM പയ്യന്നൂരിൽ ഒരിക്കലും പുറകോട്ട് പോയിട്ടില്ല. മണ്ഡലം രൂപീകൃതമായ 1967 മുതൽ ഇതുവരെ ചുവന്ന് തന്നെ നിൽക്കുന്ന പയ്യന്നൂരിൽ നിന്നും പിണറായി വിജയൻ, MV രാഘവൻ തുടങ്ങിയ അധികായരായ കമ്മ്യൂണിസ്റ്റ് നേതാക്കൾ നിയമസഭയിൽ എത്തിയിട്ടുണ്ട്. എന്നാൽ ഇത്തവണ 2026 കോൺഗ്രസ് ഇതുവരെയുള്ള പരാജയ ചരിത്രം മാറ്റി എഴുതുവാൻ ഒരു CPM വിമതനെ പിന്തുണയ്ക്കുകയാണ്. രക്തസാക്ഷി ഫണ്ടുമായി ആരോപണം ഉയർത്തിയ മുൻ CPM നേതാവായിരുന്ന V കുഞ്ഞികൃഷ്ണനെയാണ് UDF പിന്തുണയ്ക്കുന്നത്. എന്നാൽ തിരഞ്ഞെടുപ്പ് പ്രചരണം അവസാന ഘട്ടത്തിലെത്തിയിരിക്കുമ്പോൾ കോൺഗ്രസിന്റെ ശ്രമം ഇത്തവണയും ദയനീയമായി പരാജയമായിരിക്കുന്നുവെന്നാണ് വെളിവാകുന്നത്. പയ്യന്നൂർ ഉറച്ച CPM കോട്ടയായി തന്നെ തുടരുക മാത്രമല്ല, കുഞ്ഞികൃഷ്ണൻ പാർട്ടിക്കെതിരായിട്ട് ഉയർത്തിയ ആരോപണങ്ങളെ പയ്യന്നൂരെ ജനങ്ങളും പാർട്ടി പ്രവർത്തകരും തള്ളിക്കളഞ്ഞിരിക്കുകയുമാണ്. കുഞ്ഞികൃഷ്ണനെതിരായി പൊതുവെയുള്ള ജനവികാരത്തിന്റെ പ്രധാന കാരണങ്ങൾ നമുക്കൊന്ന് പരിശോധിക്കാം. ഒന്നാമതായിട്ട് പറയുന്നത് വഞ്ചകരോടൊപ്പം ചേർന്ന കുഞ്ഞികൃഷ്ണനും വ്യാജരേഖകളും. പാർട്ടിയെ നശിപ്പിക്കുക എന്ന ഒരൊറ്റ ലക്ഷ്യത്തോടെ കോൺഗ്രസ് അണിയിച്ചൊരുക്കിയ പദ്ധതിയുടെ ഭാഗമായി പ്രവർത്തിക്കുകയാണ് കുഞ്ഞികൃഷ്ണൻ ചെയ്തത്. പാർട്ടി വിട്ടതിനു ശേഷം കോൺഗ്രസുകാരുമായി ചേർന്ന് UDFന്റെ ഉപകരണമായി അദ്ദേഹം പ്രവർത്തിച്ചു. പാർട്ടി ഓഫീസുകളിൽ നിന്ന് മോഷ്ടിച്ച രേഖകൾ തിരുത്തി വളരെ ഹീനമായ ഒരു രാഷ്ട്രീയ അധർമ്മത്തിനാണ് അദ്ദേഹം നേതൃത്വം നൽകിയത്. UDFനോടൊപ്പം ചേർന്ന് പയ്യന്നൂരിലെ പാർട്ടിയെ അപഹാസ്യപ്പെടുത്തുവാൻ നടത്തിയ നീക്കങ്ങൾ പാർട്ടി അണികളെ കടുത്ത രോക്ഷത്തിലുമാക്കിയിട്ടുണ്ട്. പാർട്ടി ഓഫീസിൽ വ്യാജ ആധാർ കാർഡ് നിർമ്മിക്കുന്നു എന്നതടക്കമുള്ള കള്ളക്കഥകൾ മെനയുകയും വ്യാജ പരാതികൾ നൽകി പാർട്ടി സഖാക്കളുടെ വീടുകളിൽ റെയ്ഡ് നടത്തുവാൻ കൂട്ടുനിൽക്കുകയും ചെയ്തത് പാർട്ടി അംഗങ്ങളെയും പയ്യന്നൂരിലെ പൊതുജനങ്ങളെയും കോപാകുലരാക്കിയതോടൊപ്പം തന്നെ കുഞ്ഞികൃഷ്ണനെ UDFന്റെ കയ്യിലെ പാവയായി മാറിയ ഒരു വർഗവഞ്ചനയായാണ് ഇപ്പോൾ അവർ കരുതുന്നത്. രണ്ടാമതായി പറയുന്നത് പ്രതിഷേധവും പാർട്ടി ഐക്യവും. ഇത്തരമൊരു വഞ്ചനയ്ക്കെതിരെ പയ്യന്നൂരിലെ പാർട്ടി അണികൾക്കും അനുഭാവികൾക്കും ഇടയിൽ വളരെ ശക്തമായ പ്രതിഷേധം ആദ്യമേ തന്നെ ഉണ്ടായിരുന്നത് കുഞ്ഞികൃഷ്ണന്റെ തുടർച്ചയായ വ്യാജ ആരോപണങ്ങളെ തുടർന്ന് രൂക്ഷമായിട്ടുണ്ട്. ഈ പ്രതിസന്ധി ഘട്ടത്തിൽ പാർട്ടിയും ജനങ്ങളും ഒറ്റക്കെട്ടായാണ് ഇതിനെ നേരിടുന്നത്. വയനാട് ദുരിതബാധിതരെ പോലും വഞ്ചിച്ച ശവം തൂക്കികളായി കോൺഗ്രസുകാരോടൊപ്പം ചേർന്ന് പാർട്ടിയെ നശിപ്പിക്കുവാൻ ശ്രമിക്കുന്നവർക്കെതിരെ അതിശക്തമായിട്ടുള്ള വലിയ ജനരോക്ഷം രൂപപ്പെട്ടിട്ടുണ്ട്. മൂന്നാമതായി പയ്യന്നൂരിന്റെ ചരിത്രവും ശക്തമായ നേതൃത്വവും. പയ്യന്നൂർ എന്നാൽ AV കുഞ്ഞമ്പുവിന്റെയും സുബ്രഹ്മണ്യ ഷേണായുവേയും പോലുള്ള നേതാക്കൾ ചോര നീരാക്കി വളർത്തിയ പ്രസ്ഥാനത്തിന്റെ മണ്ണാണ്. രക്തസാക്ഷികളുടെ നാടാണിത്. അത്രമേൽ പാരമ്പര്യമുള്ള ആ പ്രസ്ഥാനത്തെ തകർക്കുവാൻ ആര് ശ്രമിച്ചാലും അതിനെ പ്രതിരോധിക്കുവാൻ കഴിവുള്ള ശക്തമായ ഒരു നേതൃത്വം പയ്യന്നൂരിലുണ്ട്, അതും കണ്ണൂരിലുണ്ട്. ആ നേതൃത്വത്തിനോടൊപ്പം തന്നെ പാർട്ടി സഖാക്കളും അനുഭാവികളും പൂർണ്ണമായിട്ട് ഉറച്ചു നിൽക്കുന്ന കാഴ്ചയാണ് ഇപ്പോൾ പയ്യന്നൂരിൽ കാണുന്നത്. നാലാമതായി UDFനെതിരായ ജനവിധി. കോൺഗ്രസിന്റെ ഈ വ്യാജ പ്രചരണങ്ങളും വഞ്ചനയും ജനങ്ങൾ കൃത്യമായിട്ട് തിരിച്ചറിഞ്ഞിട്ടുണ്ട് എന്നതാണ് കുഞ്ഞികൃഷ്ണന്റെ പ്രചരണ പരിപാടികൾക്ക് ആളുകൾ കുറയുന്നതിന്റെ പ്രധാന കാരണം. സാധാരണ UDF പ്രചരണങ്ങൾക്ക് ഉണ്ടാവാറുള്ള ജനപങ്കാളിത്തം പോലും കുഞ്ഞികൃഷ്ണന്റെ പരിപാടികൾ ഉണ്ടാവുന്നില്ല എന്നത് UDF നേതൃത്വത്തെയും നിരാശയിലാഴ്ത്തിയിട്ടുണ്ട്. ഈ UDF വിരുദ്ധ വികാരം വോട്ടായിട്ട് മാറുന്നതിലൂടെ കഴിഞ്ഞ തവണത്തേക്കാൾ വലിയ ഭൂരിപക്ഷത്തിൽ പയ്യന്നൂരിൽ ഇടതുപക്ഷം ഇത്തവണ വിജയിക്കുമെന്നത് ഉറപ്പായ കാര്യമാണ്. പയ്യന്നൂരിലെ പാർട്ടിയും അനുഭാവികളും അത് ഉറപ്പിക്കുന്നു. ഇത്തരം വ്യാജ ആരോപണങ്ങളിലൂടെ പാർട്ടിയുടെ അടിത്തറ ഇളക്കാനാവില്ല എന്ന് UDFന് തിരിച്ചറിവ് നൽകുന്ന ജനവിധി ആയിരിക്കും മെയ് 4 പയ്യന്നൂരിൽ ഉണ്ടാവുക എന്നതാണ് നിലവിലെ സാഹചര്യങ്ങൾ മുന്നോട്ട് വെക്കുന്ന സൂചന.